ഹലോ ഹലോ മച്ചേ താത്ത ഉമ്മാനിവിടെ ഒന്നും കാണാല്ലേ അമ്മ ഇവിടെ ഉമ്മ റുക്കിയ തന്നെ വർത്താനം പറഞ്ഞിരിക്കണ്ടാവും ഉമ്മാക്ക് അല്ലെങ്കിൽ ഒഴിവിട്ടിയാ പിന്നെ അവിടെ പോയിരിക്കലല്ലേ പണി. ഉമ്മ അങ്ങോട്ട് പോയിക്കാണ്. മച്ചിന്റെ ഫോൺ അടിച്ചുണ്ട്. പഠിച്ചോനെ പക്ഷെ മറന്നു പോയതാണ്, പറമ്പക്ക് പോയതാണ്, കേടെടുത്തരുതിട്ടോ. ആണ് പോയിക്കോ. ഇങ്ങോട്ട് കാക്കു മൊബൈല് മറന്നു പോയിക്ക. എമ്മതാ വരുന്നു. അല്ലമ്മ നിങ്ങൾ പോയിട്ട് എത്ര നേരായി? ഞാൻ ആ റുക്യാനോട് വർത്താനം പറഞ്ഞിരിക്കുന്നേ. എത്ര പിന്നെ കാണായിട്ട് നിങ്ങക്ക്? അല്ലെങ്കിൽ കുറച്ചു നേരം കിട്ടിയ ഞങ്ങള് അവിടെ തന്നെ ഇരിക്കും. അതിനിപ്പത്താ അവിടുന്ന് ഓരോ വർത്താനം പറയുന്നത് കേട്ടാ മതി. എന്താ ഇത്ര തോനെ നിങ്ങക്ക് പറയാനുള്ളത്? അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി കഴിഞ്ഞ് ഞങ്ങളത് തീരലില്ലല്ലോ. വേറെ ഒന്നല്ലോ ഓള് പറയണത്, നമ്മളെ കുറിച്ച് തന്നെയാണ്. അതന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ പറയാന്. റുക്യാത്താക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാണ്ടാവും. അങ്ങനെ വെറുതെ പറയുന്നല്ല. നമ്മള് റഹീമിനെ പറ്റി ആഴ്ചമൂന്റെ പെണ്ണിനെ പറ്റി ഓരോന്ന് പറഞ്ഞിണ്ടാക്കുന്നുണ്ട്. റഹീമാണല്ലോ ആഴ്ചമൂന്റെ അടുത്ത് ചെലവ് നടത്തണെന്ന് വരെ പറയുന്നുണ്ട്. ഇപ്പൊ ആ പെണ്ണിന് ഒരു കല്യാണം ഒന്നും ശരിയാവില്ലല്ലോ. അപ്പൊ റഹീമനെ കെട്ടണമെന്നും പറയണേക്കുണ്ട്. ആരാ പറഞ്ഞു നിങ്ങളോട് റുക്യാത്തെ? റുക്യ അല്ലേ പറയണത്, റുക്യ പറയുന്നത് കേട്ടതാത്രേ. ആരേലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തിനാണ് അത് കേൾക്കാൻ പോയി നിക്കണത്? അതിനുള്ളത് നമ്മൾ ഉണ്ടാക്കണില്ല സീനത്തെ. കൊറേ നേരമായല്ലോ ഇത് വിളിച്ചണു. ഇത് നോക്ക ആരാന്ന് സുബൈദ. ഹലോ, ആ കാക്കു പറമ്പക്ക് പോയതാണല്ലോ, ഫോൺ മറന്നു വെച്ച് പോയതാണ്. ആ സെക്യൂറാക്കാണല്ലേ? ആ ഞാൻ വന്നിട്ട് പറയാം. ആരാ സുബൈദ? സക്കീറാക്കെന്നാ പറഞ്ഞത്. നമ്മളെ ആഴ്ചമൂത്താന്റെ നെതലാന്റെ ആങ്ങളല്ലേ അസർഫ്, ഓനെ ബാംഗ്ലൂർ വെച്ചിട്ട് കണ്ടുമുട്ടിയെന്ന്. അത് കാക്കുവിനോട് പറയാൻ വേണ്ടി വിളിച്ചതാണോ? അതാ പറഞ്ഞത്. എന്നാ കാക്കു അന്വേഷിക്കാൻ വിട്ടിട്ടുണ്ടാവും ഓനെ. അപ്പൊ അമ്മ പറഞ്ഞ പോലെ ആയില്ലേ. ഇത്രയൊക്കെ ആയിട്ടും കാക്കു അത് വിട്ടിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങക്ക് രണ്ടാക്കും മനസ്സിലായില്ലേ റുക്യ പറഞ്ഞത് വെറുതെ ഒന്നല്ലാന്ന്? തെരഞ്ഞു പിടിച്ചാനൊക്കെ ആളാക്കിക്കണു. കജ്ജ് പിടിച്ചെടുക്കാൻ ആങ്ങളെ വേണ്ടി വരൂലേ? വാപ്പല്ലാത്തതല്ലേ? ആ എന്നാ മജീദേ, ജോലിക്കുള്ള ചായ കൊണ്ട് എത്തിച്ചു കൊടുത്തോളാം കേട്ടോ. സ്ഥിരത്തെ ആ കുറച്ച് കഞ്ഞെല്ലാം എടുത്താ, കുറച്ചിട്ടാ മതി ഇപ്പിട്ടോ. മുറുട്ടിയേ, നിങ്ങൾ ഫോണൊക്കെ കൊറേ നേരമായിട്ട് ഒരാൾ അടിച്ചിരുന്നു. കൊറേ അടിച്ചപ്പോ ഞങ്ങൾ അടുത്തു. ഏതൊരു സെക്യൂർ പറഞ്ഞു നിങ്ങൾ ആഴ്ചമൂന്റെ അസറിനെ തെരഞ്ഞു പിടിച്ചാൽ ആളെ ഏൽപ്പിച്ചിരുന്നല്ലേ? ഓനെ കണ്ടുക്കണല്ലേ? അതേ മുജീബിന്റെ അടുത്ത് വന്നിക്കാണ്ട് ആഴ്ചമ്മ പറഞ്ഞാണ്. അപ്പൊ മുജീബ് ഏൽപ്പിച്ചത് ആ സക്കീറിനെ. അപ്പൊ ഓനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അതേ കാര്യം ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, എന്തിനാ നിങ്ങൾ ഇതിന് നിക്കണത്? ഈ കണ്ട ആൾക്കാര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മാനക്കടം തോന്നണില്ലേ? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ആൾക്കാരെന്ത് പറയുന്നത് നിങ്ങൾക്ക് ഓരോന്ന് തോന്നുകയാണ്. തോന്നുന്നല്ല റഹീമേ. ആ റുക്യാന്റെ ചെന്നപ്പോ ഓലൊക്കെ പറയുന്നുണ്ട് ആഴ്ചമൂന്റെ പെണ്ണിനെ കെട്ടാൻ നിക്കാണ്. എന്താ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണത്? അത് ശരി, അതാണ് കാര്യം. റുക്കിയാത്ത പറയുന്നുണ്ട്. സീനത്തെ എൻ്റെ ഉമ്മാനോടെ അടങ്ങി ഒതുങ്ങി ഇവിടെ മര്യാദക്ക് നിൽക്കാൻ പറയും. എല്ലാ നോണയും കണിയൊക്കെ വെക്കേണ്ടത് ആ റുക്കിയാത്തയും ബലൊക്കെ പാടാണ്. എല്ലാ പിത്തരും ഇവിടെ ഉണ്ടാണ്ട് എൻ്റെ ഉമ്മാനെ മൂർത്താന്ന. ആ ഉമ്മയാണല്ലോ അതൊക്കെ പറഞ്ഞുണ്ടാക്കണത്. ഇപ്പൊ ഇത് കൂടെ ഒക്കെ നാട്ടുകാർ പറയണതൊക്കെ ഉമ്മയാണല്ലോ പറയണത്. അതേപോലെ നിങ്ങൾ ആഴ്ചമുത്താത്താൻ്റെ പൂട്ടിയിട്ടപ്പോഴും അതും ഉമ്മയാണല്ലോ ഇവിടെ പറഞ്ഞുണ്ടാക്കിയത് അല്ലേ? മതി, നിർത്തിക്കളാ. നാട്ടുകാരല്ല പറയണ്ട്. എൻ്റെ ഉമ്മാന് തൊള്ള അമർത്തിയാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ തീരും. പിന്നെ എൻ്റെ ഉമ്മാക്ക് മര്യാദക്ക് നിൽക്കാൻ പറ്റിയ ഇവിടെ നിൽക്കാൻ പറയാം, അല്ലെങ്കിൽ പോകാൻ പറയാം. അവിടെ മരോട് ഒറ്റക്കല്ലേ ഉള്ളൂ. നോക്ക സീനത്തെ പോകാൻ പറയുന്നത് ഒക്കെ ഇഞ്ച കുറ്റാണ്. ചെറു അധീനം ഇല്ലായിട്ടൊന്നല്ലേ നമ്മുടെ വന്ന് നിക്കണതേ. നിങ്ങൾക്കൊരു സഹായിക്കോട്ടെ വെച്ചിട്ടാണ്. റിയാസും സമീറൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചത്, അങ്ങോട്ട് പോരിമ്മാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനോട് പോയി തരാം. അതുമ്മ നിങ്ങളെ കൊണ്ട് മാത്രല്ല കാക്കൂന് ബുദ്ധിമുട്ട്, ഞങ്ങളെ കൊണ്ടും കാക്കൂന് ഇപ്പൊ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മാത്രമായിട്ട് അങ്ങനെ പോണ്ട, ഞാനും വരാം. എന്നാ പിന്നെ കാക്കൂന് സമാധാനാവുമല്ലോ. അത് ശരി, അതപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്തേലും പറഞ്ഞ ഞങ്ങൾ എഴുതാപ്പുറം വായിക്കുള്ളൂ. പാടമ്മറോട്ടെ. അല്ലെങ്കിൽ ഞാൻ ഓന്റെ ഒരു കാര്യം ആലോചിച്ചോക്കാണ്. അളിയന് പറഞ്ഞാണ്ട് ആ റഹീമാജിന്റെ മൂടും താങ്ങി ഇത്ര കാലം നടന്നിട്ടേ അളിയനായ ഓന്റെ സ്ഥിതിയൊക്കെ അല്ലെങ്കിൽ അയാൾക്കൊരു 10-20 ലക്ഷം ഓന് കൊടുത്തൂടെ? എല്ലാം സഖാ, ഇനി നമ്മളെന്താ ചെയ്യാ കുഞ്ഞിന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കാനേ? ജോസെ, നമ്മള് ബിസിനസ് പറഞ്ഞാലേ ഗോൾഡിന്റെ ബിസിനസ് ആണ്. അതറിഞ്ഞ കോടികളെ കളിയാണ്. അതൊക്കെ ഈ 10-20 കിട്ടിയിട്ട് ഒന്നും ആവൂല. പിന്നെ കുഞ്ഞ് നമ്മളാളായതുകൊണ്ട് നമ്മള് ഓൻ അങ്ങോട്ട് കൂട്ടാന്നുള്ളൂ. ആ അതന്നല്ലേ ഓനിച്ചൊക്കെ പറയാലോ.
പക്ഷെ ഇതുകൊണ്ട് കാര്യമല്ലല്ലോ, ഇതിനിപ്പോ ഒരു വജ്ജ് പറഞ്ഞു കൊടുക്കണ്ടേ? കുഞ്ഞെ ഇതിനിപ്പോ നമ്മൾ ഇനി ഒരു വഴി കാണണല്ലോ, എന്തിപ്പോ ചെയ്യണു? എത്താ അംസാക്ക, എന്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? എന്റെ ഒക്കെ പോരുന്ന 10-20 ഒക്കെ ഉണ്ടാവണം. എന്റെ ഒക്കെ ഉള്ളത് ഇപ്പൊ ആകെ 7 സെന്റ് സ്ഥലവും അതിൽ ആ പെരയാണ്. അല്ല എന്റെ ഒക്കെ ഒന്നുമില്ലല്ലോ. ബിസിനസ് ഇറങ്ങിയപ്പോ ഇത് കോടികൾ മറിയുന്ന ബിസിനസ് ആണ്. പക്ഷെ ഇറങ്ങണെങ്കിലും വേണം പൈസ. അല്ല ഇപ്പൊ തിരുമറിയജന ഒരു അണ്ണാച്ചുണ്ടല്ലോ, ഓനെ സമീപിച്ചപ്പോ പൈസ കുറച്ച് മറിയില്ലേ? അങ്ങനെ ആളൊക്കെ ഉണ്ട്, പക്ഷെ ഞാനൊക്കെ അറിഞ്ഞാൽ കുടുങ്ങിയ കള്ളിക്ക് എടുക്കലുള്ളൂ. അതിനൊക്കെ വലിയ പലിശയും കൊടുക്കണേ. കുഞ്ഞെന്ന് എന്താ വെച്ചാണ് തീരുമാനിച്ചട്ടെ. കുറച്ച് പലിശ കൊടുത്താലെന്താ, ഇത് കായ് മറിയുന്ന ബിസിനസ് അല്ലേ? അതിപ്പോ ഇനി കുഞ്ഞെന്നെ എന്താ വെച്ചാണ് തീരുമാനിച്ചോട്ടെ. അതെ അംസാക്ക, അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ ഏർപ്പാടാക്കി. ഇതിക്ക് ഇപ്പൊ ഇറങ്ങൽ എന്റെ ഒരു വാശം കൂടിയാണ്, ഒരാവശ്യമാണ്. ഇതിപ്പോ നമ്മക്കൊരു വിലയും വീരില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഓലോടെ മുന്നിലൊക്കെ ഇരിക്കുന്ന ആളാവാണ്ട്. നിങ്ങൾ എന്താ ഏർപ്പാടായിക്കോളി. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അതിക്ക് മുദ്ര പേപ്പർ, ആധാരം, ചെക്ക് ലീഫ് ഒക്കെ വേണ്ടി വരും. അതൊന്ന് സെറ്റാക്കി വെക്ക്, ഞാൻ അയാളൊന്ന് വിളിച്ചോക്കട്ടെ. ഉമ്മ മുതെടുത്ത് വെച്ച് കഴിഞ്ഞോ? ഇന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞു, ഞാൻ എന്റെ റെഡി ആക്കിക്കോ. ഞാൻ കുറച്ചെന്നെ കുറഞ്ഞിട്ടുള്ളൂ. എത്ര താത്ത നിങ്ങളിപ്പോ പറഞ്ഞ മാതിരി പോവന്നെ? ആ സുബൈദ, ഞാനും മനപ്പം പോവുകയാണ്. ഞാനേ കുറച്ച് ദിവസം മാറിക്കട്ടെ, അതപ്പോ ശരിയാവുള്ളൂ. അപ്പൊ താത്ത നിങ്ങളും ഉമ്മയും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്താ കാട്ടുക? ഇജ്ജ് ഇവിടെ നിന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഉമ്മറൂട്ടി ഇവിടെ തന്നെ അല്ലേ നിക്കല്? നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ നിക്കുക? എന്നാ ഒരു കാര്യം ചെയ്യേ, എന്നാ ഇജ്ജ് കുറച്ച് ദിവസം കുഞ്ഞിന്റെ അടുത്ത് പോയി നിക്കേ, എന്നാ ഒന്ന് പഠിച്ചോളൂ. കുഞ്ഞിന്റെ അടുത്തോ? അവിടെ കുഞ്ഞുമൂരത്ത് ശരിയാവില്ല താത്ത. തൽക്കാലേ ഇജ്ജ് ഉമ്മറൂട്ടി ഒരു കാര്യം ചെയ്യും, ഞങ്ങളെപ്പടെ പോരെ. കാരണം കുറച്ച് ദിവസം മാറി എന്നാലുള്ളൂ കാക്കുന് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഇത്രയൊക്കെ ആയിട്ടും കാക്കു ആഴ്ചമൂനിയും കുട്ടികളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഉമ്മ അപ്പൊ ഞാനും പോരല്ലേ? താത്ത കാക്കു വന്നിട്ട് പറഞ്ഞിട്ട് പോയാ പോരെ നമുക്ക്? നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിക്കാതെ പോരുണ്ടെങ്കിൽ പോരേ. ഇപ്പൊ റിയാസിന്റെ പെണ്ണുങ്ങളെ മോന്തയും കാണേണ്ടി വരും. ഉമ്മറൂട്ടിയെ ബാങ്കാൻ എന്റെ കുപ്പായിട്ട് തരാം. ദത്ത കുഞ്ഞപ്പോ പരിപാടിയൊക്കെ ഉസാറായി പോണില്ലേ? ആകാംക്ഷന്റെ കണ്ണുമോറൊക്കെ തെളിഞ്ഞല്ലോ. തെളിയാതെക്കോ? കഴിഞ്ഞ ആഴ്ചല്ലോ അവന്റെ അക്കൗണ്ടിക്ക് 10,000 കയറിയത്. എന്ന് കൂടണ ഇയാള് നമ്മളപ്പം അല്ലേ? റഹീമാജിന്റെ കാറുള്ളതല്ലേ? ഇറങ്ങി റഹീമ, എല്ലാവരും ഉണ്ടല്ലോ. എന്താ മൂസാനെ പുതിയൊരു ഗൂഢാലോചന എന്നെ കൊടുക്കാനേക്കാറല്ലേ? ഞങ്ങൾക്ക് ഇപ്പൊ പല പരിപാടി ഉണ്ടാകും. ഇതിപ്പോ മുഴുവൻ പന്നോട് പറയാൻ പറ്റുമോ? എനക്ക് പല പരിപാടി ഉണ്ടാവും. എൻ്റെ പരിപാടിയൊക്കെ എനിക്കറിയാലോ. ഒന്നുമില്ലെങ്കിൽ ഇത്ര വയസ്സും പ്രായമായില്ലേ നമുക്ക്. ഇനിയും ഒന്ന് നിർത്തിക്കൂടെ? കുഞ്ഞിണ്ടവരപ്പം. അല്ല എന്താ ഈ വരവിന്റെ ഉദ്ദേശം? നിങ്ങൾ ഞങ്ങളേറ്റവും നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? നിങ്ങൾ നാട്ടിലെല്ലാരും നന്നാക്കുന്ന ആളാണേ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങളൊന്നും നന്നാക്കാൻ വന്നതല്ല. നിങ്ങളൊക്കെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ പഠിച്ചോ തന്നെ വിചാരിച്ചണം. ഞങ്ങളിപ്പോൾ വന്നത് എന്താ വെച്ചാൽ ഞങ്ങളെ കെട്ടിടത്തിന്റെ മുകളിൽ എന്തൊക്കെ ഒരു കളികൾ കളിച്ചേക്കണം, അതറിയാൻ വേണ്ടിയിട്ട് വന്നതാ. ആദ്യമേ ഞാൻ ഒരു കളി കളിക്കും. അതിന്റെ കണ്ണായ സ്ഥലമല്ലോ, അതിന്റെ കയ്യിൽ നിന്ന് റഹീമാജിയാണ്ട് തട്ടിപ്പറിച്ചല്ലോ, അതുകൊണ്ട് അത് ഞാൻ കളിച്ചെന്നെ ചെയ്യും. എന്ത് തട്ടിപ്പറിച്ചു എന്നാ ജി പറയണത്? എന്റെ സ്ഥലത്തിന്റെ മാർക്കറ്റ് വിലനേക്കാളും നല്ല വില എന്നൊക്കെയാണ് ഓന എടുത്തേക്കണ്ടേ. പിന്നെ ഇജി വരുത്തിയ കടാണേ, അത് പരി കൊടുക്കാനുള്ള ബാധ്യസ്ഥ എനിക്ക് തന്നെയാണ്. അത് പോകാൻ കൊടുത്തു എന്നുള്ളേ ഉള്ളൂ. നിങ്ങൾ തൽക്കാലം ഒന്ന് പോയിട്ട് വരും ഇവിടുന്ന്. ഞങ്ങൾക്ക് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അതിന്റെ അടിയിൽ എന്നാണ്ട് കടാക്കൂനാറിന് പോണ്ടി. ഹംസേ, കുറെ കാലായി ഒളിഞ്ഞും തെളിഞ്ഞും എന്റെ കുടുംബത്തിന്റെ കളി തുടങ്ങിയിട്ട്. എന്റെ വൃത്തികെട്ട കളിച്ച് ഇവിടെ നിർത്തിക്കോ. അതേമായി തിരിച്ചു ചെയ്യാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്റെ ബിസിനസ്സും കാര്യങ്ങളും എന്താന്നുള്ളതൊക്കെ ഈ റഹീമിനെ അറിയാം. തിരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് താങ്ങാൻ കഴിയൂല. നിങ്ങൾ പേടിപ്പിച്ചല്ലേ ആചാര്യ? നിങ്ങൾ കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട്. നിങ്ങൾ ആരാന്നുള്ളതേ ഈ നാട്ടുകാർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഹംസ ആരാന്നുള്ളതേ നിങ്ങൾക്ക് അറിയില്ല. കുഞ്ഞിവാക, നിങ്ങൾ ആചാര്യം കൂട്ടി പോകാൻ നോക്കി, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ. ജോസേ, ഇജ്ജ് പുറത്തുനിന്ന് വന്നതാണ്. ഞങ്ങളൊക്കെ ഈ നാട്ടിൽ പെറ്റ് വളർന്നതാണ്. വലിയ വർത്താനം ഇജ്ജ് പറയണ്ട ജോസേ. കുഞ്ഞുകോയ, എനിക്ക് ഈ ജാതികളായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടല്ലോ, അത് നല്ലീനല്ല. അവസാനം എനിക്ക് എൻ്റെ അളിയാനും കുടുംബമൊക്കെ തന്നെ എനിക്ക് ഉണ്ടാവുള്ളൂ. അത് ഓർത്താൻ എനിക്ക് നന്നു. എനിക്കറിയാം ആരൊക്കെ ഉണ്ടാവുന്നുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ ആളിയന്റെ അടുത്തേക്ക് ഞാൻ പോവില്ല. എന്നാ പോരെ മുജീബേ, ഇനി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. പോവല്ലേ മജീബ്, വണ്ടി എടുക്കടാ.
ഉമ്മറുട്ടി ആകെ കളറൊക്കെ മേശപ്പുറത്ത് പരത്തിയിട്ടിക്കണു. സുബൈദാ, ഉമ്മറുട്ടി എവിടെ? ഓ അവിടെ ഉണ്ടാവും. മോനിപ്പോ ഓന്റെ അപ്പച്ചനെ കാണാനായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അവിടെ. അല്ല സുബൈദ, നമ്മളിവിടെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ? കാക്കുന്നിട്ടൊന്ന് വന്നു നോക്കിയിട്ടും കൂടില്ലല്ലോ. ഫോൺ വിളിച്ചപ്പോ നമ്മൾ എടുക്കലൂല്ലോ. ഓൻ വരുന്നില്ല. ഓനതിനൊക്കെ ഇവിടെ നേരം. ആഴ്ചമുന്റെ മക്കളും കാര്യം തന്നെ നോക്കണ്ടേ. കരീം ഭായ്, അത് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ സേട്ടിനോട് പറയും, ഞാൻ അന്വേഷിച്ചോളാം. ഓക്കെ ഓക്കെ ശരി. എന്തിയംസേ എന്തുണ്ടായത്? എന്തിനെ പറ്റി വരാൻ പറഞ്ഞേ? ആകെ പ്രശ്നമായിക്കണു. നമ്മളെ ഗോൾഡ് പിടിച്ചിട്ടുണ്ട്, 1.5 കോടി റുപ്യന്റെ ഗോൾഡ്. എത്താം സക്ക, നമ്മള് സ്വർണം പിടിച്ച് എവിടുന്ന്? ജോസ് എവിടെ? ജോസ് പോയിട്ടില്ലേ? ജോസ് വണ്ടിയിലുണ്ടായിരുന്നു, പക്ഷെ ജോസ് ഓടി കഴിച്ചില്ലായി എന്നാ പറഞ്ഞേ. പക്ഷെ നമ്മളെ സാധനം പോയി. നിങ്ങൾ വന്നപ്പോ സേട്ടാണ് ഇപ്പൊ വിളിച്ചിരുന്നത്, പക്ഷെ അതാരോ ഒറ്റിന്നാണ് പറഞ്ഞത്. ആ ഒറ്റന്നേക്കാരം, അല്ലാതൊന്നും അത് പിടിച്ചൂല. അല്ലംസേ നമ്മളെ റഹീമറ്റാണ്. അതാരാന്നുള്ളത് സേട്ടും അന്വേഷിക്കുന്നുണ്ട്. നമ്മളോട് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കണു. അല്ലാം സക്ക, എന്റെ 10 ലക്ഷം കിട്ടൂലേ? ഇജൊന്ന് പോയിക്കാ കുഞ്ഞിക്കോയ അവിടുന്ന്. അന്റെ ഒരു 10 ലക്ഷം ഇവിടെ 1.5 കോടിയാ പോയി കിടക്കണത്. പറ. കുഞ്ഞെ, ഇതിന്റെ ഒപ്പം പോന്നപ്പോ അംസ തിരക്കിലാണ്. നമുക്ക് പിന്നെ സംസാരിക്കാനെ പറ്റി. സക്ക, ഞാൻ വരട്ടോ. റഹീമ, ഞാൻ പോന്നപ്പോഴേ മെമ്പറിനോട് പറഞ്ഞേ ആചാര്യത്തിക്കാണ് ഞാനും ഉണ്ട് പറഞ്ഞു. എന്താ കുഞ്ഞിക്കോയൻ്റെ എന്താ കാര്യം പറയണം എന്ന് പറഞ്ഞു. എന്നാ വിജയനോട് പറഞ്ഞു കൊടുത്തോളാം. അത് ആചാര്യ, ഞാൻ മുജിബാക്ക പോന്നപ്പോൾ മുജിബാക്കാൻ്റെ ഒപ്പം കൊണ്ട് പോന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലേ, കുഞ്ഞിക്കോയനെ കണ്ടിരുന്നു ഞാൻ. അപ്പോൾ കുഞ്ഞിക്കോയ ഇപ്പം ചമ്പംസൻ്റെ ഒപ്പം കൂടിക്കാണ്ട് എന്തൊക്കെ സ്വർണ്ണ കച്ചവടോ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പോൾ ആകെ തൂപ്പാനയക്കണു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ കുറേ വിഷമങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് കരഞ്ഞു. അപ്പോൾ അത് നിങ്ങളൊന്ന് ധരിപ്പിക്കുകയാണ് ഞാൻ. തന്നെ ഞാൻ അത്ര പറഞ്ഞാലും പറയുന്നത് അതിലൊന്നും പോയി തലക്കണ്ടാണ് പറഞ്ഞാൽ കേൾക്കണ്ടേ. അപ്പോൾ നമ്മളോടുള്ള വാശി എടുക്കാൻ വേണ്ടി കച്ചവടത്തിൽ കൂടിയാണ് പോകാൻ. അപ്പം അങ്ങനെ ആയിക്കോണല്ലേ? അത് റഹീമിനോടേ ഒന്നും രണ്ടും പറഞ്ഞ് ഏറ്റിക്കാണ്ടേ നേരെ പോയതാ. എത്തിപ്പെട്ടത് നല്ല ടീമിൻ്റെ അടുത്തേക്കാ, ഹംസൻ്റെയും മൂസൻ്റെയും അടുത്തേക്ക്. ഞാൻ ഒന്നും അതിനോട് പറഞ്ഞാണത് നല്ലീനല്ല എന്നുള്ളത്. നമ്മളെ പോലീസുകാരം സംസാരല്ല വരണ്ടേ. തന്നെ വലൈക്കും അസ്സലാം. സംസാരം ഇരിക്കും. സംസാരമൊക്കെ ഉണ്ടപ്പോൾ ഈ വൈക്കൊക്കെ എന്താ ഡ്യൂട്ടിയിലല്ലേ? ഞാൻ ഡ്യൂട്ടി തന്നെയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ ഇവിടെ അന്വേഷിക്കാണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾ കാണാൻ വിചാരിച്ചതാണ്. അങ്ങനെ വന്നാണ്. മെമ്പറേ, സംസാർ ഇപ്പോൾ നമ്മളെ നാട്ടിലായിട്ട് കുറേ കാലമായല്ലോ. മൂപ്പർക്ക് പോയിട്ട് വരാനും ഇതിനൊക്കെ ഇതായിട്ട് നമ്മളെ നാട്ടുകാരനായി മാറുകയും ചെയ്തു. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? മുജിബാക്ക സുഖം തന്നെ. പിന്നെ ഞാൻ ഇവിടെ 5-6 വർഷമായില്ല താമസമായിട്ട് ഇവിടെ. ആചാര്യക്കാൻ്റെ ഒരു വിഷയമുണ്ട്, അതുകൂടി പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ മുജിബാക്കി മെമ്പർ ഇവിടെ ഉണ്ടായത് നല്ലതായി, അതൊന്ന് പറയും വേണം. സാറേ, അതിപ്പോൾ എന്താ വിഷയം? അതെ, മംഗലാപുരം ടീം ഇവിടെ വന്ന് കറങ്ങുന്നുണ്ട്. അത് നമ്മൾ ആചാര്യ കൊടുക്കാനാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് അറിയിക്കാൻ വേണ്ടി വന്നാണ്. തന്നെ അങ്ങനെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ റഹീമ. അതല്ല, അപ്പോൾ ഹംസൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ കേട്ടെ, കുഞ്ഞിക്കോയൻ്റെ വിഷയമൊക്കെ, ആ സ്വർണം പിടിച്ച കേസ്. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിനിപ്പത്തിന് ആചാര്യ അപായപ്പെടുത്തേണ്ട ആവശ്യം? അതൊന്നും നമുക്കറിയില്ല. ആചാര്യക്ക് വല്ല പോലീസ് പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആചാര്യ ആവശ്യപ്പെടണം. എന്താ റഹീമ നമ്മളിപ്പോൾ ഇതിൽ ചെയ്യണോ? എന്താ ഇത് ചെയ്യാനേ? നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓല ബിസിനസ്സും കാര്യങ്ങളും എന്തോ ആണ്. അത് നമ്മളുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. അത് എന്തോ അതാണ് വിട്ടളി. എവിടെ മുജീബ് പോനെ? റഹീമ, അസർപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. സെക്യൂർ ഇവിടെ കൊടുന്നാക്കി ഇങ്ങോട്ട് പോയതാ. അസർപ്പ് പെരേക്ക് പോകാൻ കൂട്ടൊക്കണില്ല. എന്താ പെരേക്ക് പോകാത്ത? എന്താ സംഭവം? അതിൽ നമ്മളറിയാത്തൊരു സംഭവം വേറെ ഉണ്ട്. അന്നേ ആ പോലീസുകാരം സംസുവിടെ വീട്ടിലെന്നല്ലോ ഞാനിച്ച് നിൽക്കുമ്പോളേ മെമ്പറുള്ളന്ന്. അപ്പോൾ അവിടെ ഈ ഒരു സ്വർണം പിടിച്ചെന്താ കേസ് നമ്മളെ ഹംസൻ്റെ. അപ്പോൾ ഇതിൽ ഒറ്റി കൊടുത്തൊക്കെ ഇവനാണ് അസർപ്പ്. അസർപ്പോ? ആ പേടിയിൽ പേടിച്ചു കാണ്ട് നിൽക്കണം. ഇപ്പം എന്തെങ്കിലും ചെയ്യോ
എന്നുള്ളതിലെ. അങ്ങനെ സംഭവം ഉണ്ടോ? എന്നാ പോലീസുകാരൻ പറഞ്ഞ വെറുതെ അല്ല. ആ മംഗലാപുരം ടീം കടന്ന് കറങ്ങുകൊണ്ട് പറഞ്ഞത് നമ്മളൊന്ന് കാണാം. അജരാക്ക അസ്സലാമലൈക്കും. വലൈക്കും സലാം. എവിടെയാണ് അസർപ്പേജ്? ഞാൻ പെരേക്ക് പോയിട്ടില്ല. ഞാൻ ചെറിയ പ്രശ്നത്തിൽ പെട്ടേക്കണു. ഞാൻ സെക്കറാക്കാനൊപ്പം അങ്ങോട്ട് പോരേ. ഞാൻ നിങ്ങൾ വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടിച്ചിട്ട് നിൽക്കണേ. മുജാക്കാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് പണി അസർപ്പേജ് ചെയ്ത്? അങ്ങനത്തെ ആളുകളോടെ കളിച്ചാൻ പറ്റുമോ? ഇജെന്തിൻ്റെ അംസൻ്റെ സ്വർണ്ണം കൊറ്റിക്കൊടുത്ത് ആവശ്യമില്ലാത്തവരൊരു പണിയെടുത്ത്. ആ അംസിയും മൂസാജിയും പാടി എൻ്റെ പേരിൽ കയറി കളിച്ച് നിങ്ങൾക്ക് അറിയില്ല. ആ നിരപരാധിയായ നിങ്ങളും പാടി അതിൽ കുടുങ്ങില്ല. ആ ഈറക്ക് ഞാൻ ചെയ്തു തന്നെയാണ്. ഈ സംഭവങ്ങളൊക്കെ ഇജൊക്കെ അറിഞ്ഞിരുന്നു അല്ലേ? ഏതായാലും അവിടെ അത് വലിയൊരു കെണിയായി പോയത്. അതെ, സെക്യൂറാക്കാനെ കണ്ടുമുമ്പ് ഞാൻ നമ്മളെ ചന്ദ്രേട്ടനെ ബാംഗ്ലൂർ വെച്ച് കണ്ടിരുന്നു. ആ മൂപ്പരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ വരാൻ പറ്റിയൊരു സന്ദർഭം അല്ലല്ലോ. അപ്പൊ ആ ഈറക്ക് ഞാൻ കൽപ്പിച്ചിട്ട് ചെയ്തു തന്നെയാണ്. എന്താ റഹീമ, ഓനിപ്പോ ഈ നിർത്തം നിന്നിട്ട് കാര്യമില്ലല്ലോ, പെരേക്ക് പറഞ്ഞേക്കല്ലേ. ഓനപ്പം അങ്ങനെ നമ്മള് പെരേക്ക് പറഞ്ഞേക്കാനും പറ്റൂല. ആ മംഗലാപുരക്കാര് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടോന്നൊക്കെ പറഞ്ഞില്ലപ്പോ. അതെ അതെ, നമ്മള് കാര്യത്തിലെടുത്തേ പറ്റുള്ളൂ. അതന്നെ. അപ്പൊ തൽക്കാലം നമ്മളൊരു കാര്യം ചെയ്യാം. ഓനെ ഇവിടെ നിന്ന് മാറ്റുക. അതെന്നാലേ ആ ആയിക്കോട്ടെ എന്നാലേ.